ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. 1-ാം സങ്കീർത്തനമാണ് നമ്മുടെ ധ്യാന വിഷയം. നാം അത് ചിന്തിക്കുകയുണ്ടായി. ദുഷ്ടന്മാരുടെ ആലോചന, ദുഷ്ടന്മാരുടെ നടപ്പ്, പാപികളുടെ വഴി, പാപികളുടെ നിൽപ്പ്, പരിഹാസികളുടെ ഇരിപ്പിടം. ദൈവത്തിന് സ്തോത്രം. പരിഹാസികളുടെ ഇരിപ്പ്. ദൈവമക്കളെ, അത് പത്രോസ്ലീഹയുടെ ജീവിതത്തിൽ വർത്തമാനമായിട്ട് വന്നു. പത്രോസ്ലീഹ തള്ളി പറഞ്ഞു. പത്രോസ്ലീഹ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ യഥാസ്ഥാനപ്പെട്ടു. തലകീഴായി ക്രൂശിക്കപ്പെടുവാൻ തക്കവണ്ണം ആ സ്നേഹം അന്ത്യം വരെയും കാത്തു സൂക്ഷിച്ചു. പത്രോസ്ലീഹ നടക്കരുതാത്ത പോലെ നടന്നു, നിൽക്കരുതാത്തടുത്ത് നിന്നു, ഇരിക്കരുതാത്തടുത്ത് ഇരുന്നു, പറയരുതാത്തത് പറഞ്ഞു. എന്നാൽ വേദപുസ്തകത്തിൽ നമ്മൾ മറ്റൊരു വ്യക്തിയെ കാണുന്നുണ്ട്, ഇതിന് നേരെ വിപരീതമായിട്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ളതായ വാക്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായം. അവിടെ നാം കാണുന്ന ആദ്യത്തെ വാക്യം ഒന്ന് വായിച്ച. 1-ാമത്തെ വാക്യം: ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ട് വന്നു. അവനെ ദൈവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷയാചിപ്പാൻ സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിങ്കൽ ദിനം പ്രതി ഇരുത്തുമാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. പത്രോസ്ലീഹ നടന്നു, നിന്നു, ഇരുന്നു. ഇവിടെ തുടങ്ങുന്ന എന്താണ്? ഇരിപ്പാണ്. ഞാൻ പറഞ്ഞില്ല, നേരെ വിപരീതമായിട്ടുള്ളൊരു കാര്യമാണ് നടക്കുന്നത്. ഇവിടെ ജന്മനാ മുടന്തനാണ്, എടുത്തുകൊണ്ട് വന്ന് ഇരുത്തുക. ഒരു സ്റ്റെപ്പ് പോലും വെക്കാൻ സ്വാധീനമില്ലാത്ത കാലുകൾ. നിസ്സഹായനാണ്, രോഗിയാണ്, ആർക്കും വേണ്ടാത്തവനാണ്. ഭിക്ഷയാചിക്കാനായിട്ട് ആളുകൾ ധാരാളമായി ദൈവാലയത്തിലേക്ക് വരുന്നതിൻ്റെ മധ്യത്തിൽ ഇരുത്തുകയാണ്. സുന്ദരമെന്ന ദൈവാലയ ഗോപുരവാതിക്കൽ. ദൈവാലയ ഗോപുരവാതിൽ സുന്ദരമാണ്, പക്ഷെ അവിടെ ഒട്ടും സുന്ദരമല്ലാത്ത വേദനാജനകമായ രംഗമാണ് കാണുന്നത്. ആർക്കും വേണ്ടാത്ത ഭിക്ഷയച്ചുകൊണ്ട് കാലുകളൊന്നും അനങ്ങാതെ നിസ്സഹായനായിരിക്കുന്ന ഒരു വ്യക്തി അവിടെ തളർന്നു കുത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിൻ്റെ മഹത്വം. ദൈവമക്കളെ, അടുത്ത വാക്യം എന്നാണെന്നറിയാമോ? അതിലേക്ക് വരുന്നതിന് മുൻപ് ആ സമയത്താണ് പത്രോസ്ലീഹായും യോഹന്നാൻസ്ലീഹായും കൂടെ അതിലേ വരുന്നു. അവർ ഈ ഇരിപ്പ് കണ്ടു. ആരുടെയും മനസ്സലിയും, അവരുടെ മനസ്സലിഞ്ഞു. മാത്രമല്ല, ഇവൻ ആ പിച്ചച്ചട്ടിയിൽ കിടക്കുന്ന ചില്ലിക്കാശ് നിന്ന് കിലിക്കൊണ്ട്, എനിക്ക് വല്ലതും തരണം, വല്ലതും തരണം. അതും കൂടി കേട്ടപ്പോൾ ഞാൻ പറയും, കാക്കാശിന് ഗതിയില്ലാത്ത കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങി പുറപ്പെട്ടതായി പത്രോസും യോഹന്നാനും. അയ്യോ, തരാൻ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ലല്ലോ. എന്ത് പറഞ്ഞു? നിങ്ങൾക്കറിയാം, വായിക്കണ്ടല്ലോ. വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, പക്ഷെ ഞങ്ങൾക്കൊരു സമ്പത്തുണ്ട്. അതെന്താ വായിച്ചേ? ദൈവത്തിന് എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു അവനെ വലങ്കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, രണ്ടാമത്തെ കാര്യം എന്നാ പറഞ്ഞത്? ഞങ്ങൾക്കൊരു നാമമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾക്കൊരു നാമമുണ്ട്. അതേതാണ്? എല്ലാ നാമത്തിനും മേലായ യേശുവിൻ്റെ നാമമാണ്. ഞാൻ നിങ്ങളോട് വ്യക്തമായി ചോദിക്കട്ടെ. പത്രോസും യോഹന്നാനും വളരെ വ്യക്തമായി സാക്ഷിച്ചു, ഞങ്ങൾ കൊണ്ടുകെട്ട ഒരാള്, ഹല്ലേലൂയ, അത് യേശു എന്ന നാമമാണ്. ഞാൻ വിനയത്തോടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, യേശുവിൻ്റെ നാമം അകത്തുണ്ടോ മക്കളെ? ദൈവത്തിന് സ്തോത്രം. ഞാൻ ആരോട് പറയുകയുണ്ടായി, എനിക്കൊരു ചങ്കുണ്ട് എങ്കിൽ അതെൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഇരിപ്പിടമാണ്. ഈ ഇവിടെ നിൽക്കുന്ന വാർദ്ധക്യത്തിലേക്ക് വന്ന പാവപ്പെട്ട അടിയന് ഒരു ശരീരമുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. തൃത്വത്തിൻ്റെ ഒരു ആലയമായി ഈ വാർദ്ധക്യത്തിൽ യേശുവിനെ സാക്ഷിച്ചുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കാനാണ് ആഗ്രഹം. ഒരു കൈത്തിരി പോലെ കത്തിത്തീരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വേറെ ഒന്നും അടിയനും തരാനായിട്ടില്ല. വലിയ വേദപുസ്തക പരിജ്ഞാനമൊന്നും അടിയനില്ല. ദൈവത്തിന് സ്തോത്രം. പക്ഷേ യേശുവിൻ്റെ നാമത്തിന് ശക്തി വലുതാണ്. യേശുവിൻ്റെ നാമത്തിന് ശക്തി വലുതാണ്. ദൈവമക്കളെ, ഈ കൂട്ടായ്മയിൽ ആയിരക്കണക്കിന് ആളുകൾ വരുന്നുണ്ട്.
ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ മാറ്റിമറിച്ചത് ഞങ്ങളുടെ ആരുടെയും സുവിശേഷ വാക്കുകളുടെ ശക്തിയുടെ ബലം കൊണ്ടൊന്നുമല്ല. എനിക്ക് 100 വട്ടം ഉറപ്പായിരിക്കുന്നൊരു കാര്യമാണ്. എൻ്റെ പ്രസംഗത്തിൻ്റെ വാചാലതയുടെ മെച്ചം കൊണ്ടൊന്നുമല്ല ഭാവി മാനസാന്തരപ്പെടുന്നത്. യേശുവിൻ്റെ സുവിശേഷത്തിൻ്റെ ശക്തിയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ആ നാമത്തിൻ്റെ ശക്തിയാണ്. ഇത് ചില വാക്കുകളുടെ കസർത്തല്ല. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. പത്രോസിൻ്റെയും യോഹന്നാൻ ശ്ലീഹായുടെയും ഒന്നും കേമം കൊണ്ടല്ല. അവരുടെ ചങ്കിനകത്ത് തേജസ്സോടെ വാഴുന്ന യേശുവിൻ്റെ അധികാരമുള്ള നാമം, ആ നാമം ശക്തിയോടെ വ്യാപരിച്ചു. എന്തു ചെയ്തു? അവനെ പിടിച്ചു. അവൻ എന്ത് ചെയ്തു? നമ്മൾ വായിച്ചത്, അവൻ എഴുന്നേറ്റ് നിന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കണം. ദൈവത്തിന് സ്തോത്രം. തളർന്ന് പാപത്തിൽ അടിമപ്പെട്ട് പൈശാചികന്റെ ബന്ധനത്തിൽ ജയം കിട്ടാതെ ഇനി എനിക്ക് എന്തെങ്കിലും ജയത്തിൻ്റെ പാട്ട് പാടിക്കൊണ്ട് നടക്കാൻ പറ്റുമോ എന്നുള്ളതായ ഭയാശങ്കയോടെ, ആശയ്ക്ക് വകയില്ലല്ലോ, എല്ലാം തീർന്നല്ലോ, ചില പാപം എൻ്റെ ശക്തി മുഴുവൻ ഊറ്റി കുടിച്ചല്ലോ എന്ന് വിചാരിച്ച് ആരെല്ലാം തല കൊമ്പിട്ടിരിക്കുന്നുണ്ട്. അരുമനാഥൻ്റെ ആണിപ്പുഴത്തല കരം വന്ന് പിടിക്കുന്ന സ്വർഗീയ രംഗമാണിത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ മനസ്സിലാവുന്ന കണ്ടേ ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. യേശു വന്നിട്ടുണ്ട്, യേശു വന്നിട്ടുണ്ട്. ഇന്ന് വളരെ ഉറപ്പാണ്. ചിലരുടെ എല്ലാം കയ്യിലൊന്ന് പിടിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ് കിടക്കുന്ന ചിലരെ എഴുന്നേൽപ്പിക്കുന്ന ദൈവിക ശക്തി ഇന്ന് ഹല്ലേലൂയ തേജസ്സോടെ നമ്മുടെ മധ്യത്തിൽ വ്യാപരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് ചില മാറാ രോഗങ്ങൾ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഹല്ലേലൂയ. ഇന്ന് മുടന്തന്മാർ തുള്ളിച്ചാടാൻ തുടങ്ങും. ദൈവത്തിന്റെ മഹത്വം. ഇന്ന് രോഗികൾ സൗഖ്യമാകും. എല്ലാറ്റിലും ഉപരിയായി കൊടും ഭാവികൾ വിശുദ്ധീകരണത്തിന്റെ ആദ്യത്തെ പടിയെടുത്ത് വെക്കും, ആദ്യത്തെ കാലെടുത്ത് വെക്കും. ഹല്ലേലൂയ. ഒന്ന് ഇരിക്കുന്നു, ഇപ്പോൾ അവൻ അവിടെ നിൽക്കുന്നു. അടുത്ത വാക്യം എന്താണ്? 3-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ വായിച്ച്. 3-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ. നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദൈവാലയത്തിൽ കടന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ അങ്ങ് നടക്കുകയാണ്. ഇരിക്കുന്നവൻ എന്ത് ചെയ്തു? അവൻ എഴുന്നേറ്റു. കാരണം യേശുവിൻ്റെ കരം പിടിച്ചു. ഇപ്പോൾ അവൻ നിൽക്കുകയല്ല. ദൈവത്തിന് സ്തോത്രം. അവൻ നടക്കുകയാണ്. വീട്ടിലേക്കല്ല പോയത്, ശിശുമാരുടെ അടുക്കലേക്കല്ല പോയത്, ദൈവാലയത്തിലേക്ക് പോയി. നിങ്ങളൊന്ന് ശ്രദ്ധ വെച്ച് കേട്ടേ. ആശയ്ക്ക് വകയില്ലാതെ നരകത്തിൻ്റെ വാതുക്കൽ നിരാശയോടെ തറ്റിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇന്ന് തുള്ളിച്ചാടി സ്തുതിഗീതങ്ങൾ പാടിക്കൊണ്ട് ദൈവത്തിൻ്റെ സ്തോത്രം ദൈവാലയത്തിലേക്ക് പ്രവേശിക്കുന്ന സൂചനമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, അതിന്ന് നടക്കണം കേട്ടോ. ദൈവത്തിൻ്റെ സ്തോത്രം. ഇപ്പോൾ അവൻ എവിടെയാണ്? നിങ്ങൾ നോക്കിക്കുക, അവൻ എവിടെയാണ്? തുള്ളി തുള്ളി ചാടി ഹല്ലേലൂയ സ്തുതിയും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നിൽക്കുന്ന ദൈവാലയത്തിനകത്താണ്. എല്ലാവർക്കും സംശയം, ഇതാരാ ഇത്? ഇതാരാ ഇത്? നമ്മൾ കടന്നു വരുമ്പോഴേക്കും ഭിക്ഷ അയച്ചുകൊണ്ടിരുന്നായ ആ മുടന്തനാണോ? ഇപ്പോൾ എന്ത് സംഭവിച്ചു? യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി. അതേ കർത്താവ് ഇവിടെ പ്രവർത്തിക്കും. അതേ കർത്താവിൻ്റെ കൂട്ടായ്മയാണ്. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. നിങ്ങൾക്ക് ഇന്ന് ഇരിപ്പൊന്ന് മതിയാക്കാവോ? ഈ നിൽപ്പൊന്ന് മതിയാക്കാവോ? നിങ്ങൾക്ക് ഒന്ന് തുള്ളിച്ചാടി ദൈവാലയത്തിലേക്ക് ഒന്ന് പ്രവേശിക്കാമോ? ഹല്ലേലൂയ, നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം. നിങ്ങൾ ആരും നിരാശപ്പെടേണ്ട. ദൈവം കണ്ട മക്കളല്ലേ കൂട്ടായ്മയിലേക്ക് വന്നത്? ദൈവം വിളിച്ചു കൊണ്ടുവന്നവരല്ലേ? ദൈവിക കാര്യപരിപാടിയല്ലേ? അത് നടക്കും ദൈവമക്കളെ. ഹല്ലേലൂയ. കാരണം അന്ന് ആ മുടന്തനെ പിടിച്ച കാര്യം ഇന്ന് ചിലർ എഴുന്നേൽപ്പിക്കാൻ വന്നിട്ടുണ്ട്. നിങ്ങളിവിടെ എഴുന്നേൽപ്പിച്ച് നിർത്തുക മാത്രമല്ല, അവനെ പിടിച്ചു കൊണ്ടുപോയി ദേവാലയത്തിനകത്തേക്ക് തുള്ളിച്ചാടാൻ വിടുകയാണ്. കർത്താവ് ഇപ്പോഴാണ് വരുന്നതെങ്കിൽ, ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ഈ ദിവസം വരുന്നതെങ്കിൽ, ഈ പ്രസംഗം തീരുന്നതിന് മുമ്പാണ് വരുന്നതെങ്കിൽ, ദൈവമക്കളെ മഹിമാവിൻ നീരാളം ചാർത്തി എല്ലാവരും പറന്നു വരുന്ന വിശുദ്ധന്മാരുടെ നിരയിലായിരിക്കണം. കാരണം കുഞ്ഞാടിൻ്റെ രക്തമോട് ഗുണകരമായി സംസാരിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ ചേർന്ന തങ്കച്ചോരയ്ക്ക് കഴുകി വിശുദ്ധീകരിച്ച് വെണ്മയാക്കി തീർക്കാൻ കഴിവില്ലാത്തതായ ദൈവത്തിൻ്റെ സ്തോത്രം, കറവരണ്ട വസ്ത്രം ധരിച്ച് ആരും ഇവിടെ വന്നിട്ടില്ല. ദൈവമക്കളെ, അത്ഭുതങ്ങൾ നടക്കട്ടെ, വീര്യപ്രവർത്തികൾ നടക്കട്ടെ. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. അവനിപ്പോൾ എവിടെയാണ്? സ്വർഗ വീട്ടിലാണ്. അവന് ഇത്രയും കാലം പുറത്ത് നടന്നു, ഇത്രയും കാലം പുറത്ത് ഭിക്ഷയച്ചിരുന്നു. ഇപ്പോൾ പത്രോസ്ലീഹായ്ക്ക് യോഹന്നാനുക്ക് ഉണ്ടായിരുന്ന ആ സമ്പത്ത് അവൻ്റെ സ്വന്തമായി മാറി. അതുകൊണ്ടാണ് അവൻ തുള്ളിച്ചാടുന്നത്. നിങ്ങൾക്കറിയാവുന്ന മറ്റൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം. മുടിയനായവത്തൻ്റെ കാര്യമെടുത്ത് വേദവാക്യങ്ങൾ വായിക്കേണ്ട കാര്യമില്ലല്ലോ. മുടിയനായവത്തൻ്റെ ജീവിതത്തിൽ നടന്നതായ സംഭവം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ട ദൈവമക്കളെ.
ഹല്ലേലൂയ. മുടിയനാകത്തൻ ഇപ്പോൾ എവിടെ ഇരിക്കുന്നതായിട്ടാണ് നിങ്ങൾ കാണുന്നത്? വൃത്തികെട്ട പന്നികളുടെ ദൈവം ആ ചെളിക്കുണ്ടിൽ തലകുമ്പിട്ട് ആശയ്ക്ക് വകയില്ലാതെ, വിശപ്പടക്കാൻ ഒന്നും കിട്ടാതെ, ഒട്ടിയ വയറുമായി, വൃത്തികെട്ട വസ്ത്രം, അല്പവസ്ത്രം ധരിച്ചുകൊണ്ട് ഒരു അന്യനാട്ടിലെ യജമാൻ്റെ കീഴിൽ കൂപ്പുകുത്തി തലകുമ്പിട്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. കൂട്ടുകാരാരാണ്? വൃത്തികെട്ടതായി ചെളിയിൽ കുത്തിമറിയുന്നതായ പന്നികൾ. അതിൻ്റെ വാളവരയ്ക്ക് വേണ്ടിയിട്ട് കൈയിട്ട് ആരാ തിന്നാൻ നോക്കുകയാണ്. എന്തൊരവസ്ഥ ദൈവമകളെ! ഇത് എന്ന് പറയുമ്പോൾ ഇപ്പോഴും പാപത്തിൻ്റെ ചെളിക്കുണ്ടിൽ കിടക്കുന്ന ചിലരെയെങ്കിലും ദൈവം കാണുന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ വിട്ടതും വെറുത്തുമായ പാപത്തിലേക്ക് വീണ്ടും ഇറങ്ങിപ്പോയി പാപത്തിൻ്റെ മട്ടുകുറ്റി കുടിച്ചു നടക്കുന്ന ആരെങ്കിലും ഇന്ന് കർത്താവ് കണ്ട് അവരെ നോക്കിക്കൊണ്ടാണ് പറയുന്നത്, അവന് സകലതും നഷ്ടപ്പെട്ടു. ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കണം. അവൻ്റെ ആരോഗ്യം പോയില്ലേ, പണം പോയില്ലേ, വസ്ത്രം പോയില്ലേ, വീട് പോയില്ലേ, അവനെല്ലാം നഷ്ടപ്പെട്ടു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അവന് നഷ്ടപ്പെടാത്ത ഒന്നുണ്ട്. എന്താണത് പറഞ്ഞേ? പിതാവിൻ്റെ സ്നേഹം. ഹല്ലേലൂയ. പിതാവിൻ്റെ സ്നേഹം. ആ സ്നേഹം എന്നെ തേടി വന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പിതാവിൻ്റെ സ്നേഹം മാത്രം മുറിഞ്ഞു പോയില്ല, അവനവിടെ ഇരിക്കുന്നു. ദൈവമക്കളെ, കുറച്ചു നേരം കഴിയുമ്പോൾ അവനവിടെ ഇരിക്കുകയല്ല, അവൻ ഒരു പുതിയ ശക്തിയിൽ അവിടെ എഴുന്നേറ്റങ്ങ് നിന്നു. കാരണം എന്നാണെന്നറിയാമോ? സുബോധം വന്നു. അപ്പൻ്റെ സ്നേഹത്തിൻ്റെ ചൂടിവനെ ചൂടുപിടിപ്പിച്ചു. സുബോധം വന്നു. ഞാനിവിടെ ഇരിക്കേണ്ടവനല്ല, ഞാൻ ഈ വാളവരയ്ക്ക് വേണ്ടി മല്ലടിക്കേണ്ടവനല്ല, ഈ ഒരു അന്യ യജമാനൻ്റെ അടിമയായി ഞാൻ ഇവിടെ ഊഴിവേല ചെയ്യേണ്ടവനല്ല. യഹൂദന്മാർക്ക് നിശ്ചിതമായിരിക്കുന്ന പന്നികളെ മേയിച്ചുകൊണ്ട് പന്നിയെപ്പോലെ എണ്ണപ്പെടേണ്ട വൃത്തികെട്ടവനല്ല ഞാൻ. ദൈവത്തിൻ്റെ സ്തോത്രം. അവരുടെ എഴുന്നേറ്റു. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം. അവൻ എഴുന്നേൽക്കുക മാത്രമല്ല, ഒരു ശബ്ദം കേൾക്കാം. അവിടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് വളരെ വ്യക്തമായ ദൃഢമായ ഒരു തീരുമാനം. എന്താ തീരുമാനം? ഞാൻ എഴുന്നേറ്റ് എൻ്റെ അപ്പൻ്റെ അടുക്കലേക്ക് പോകും. ഇതൊന്നും നടക്കാൻ വേണ്ടി പറയുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. ഇപ്പോൾ ഇത് കേട്ടതിൻ്റെ ശേഷവും പാപത്തിൻ്റെതായ ചെളിക്കുഴിയിൽ കിടക്കുന്ന ഒരൊറ്റ വ്യക്തിയും ഈ കൂട്ടായ്മയിൽ കാണരുത്. എവിടെയെല്ലാം ഇരുന്ന് കേൾക്കുന്നു. അതുകൊണ്ടാണ് ദൈവമക്കളെ, ഈ ശബ്ദം ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് കേൾക്കുന്നുണ്ട്. ഇത് നിങ്ങൾ കേട്ടില്ല എന്നൊരിക്കലും പറയരുത്. ദൈവത്തിന് സ്വർഗം റെക്കോർഡ് ചെയ്യുന്നതായ ദൈവത്തിൻ്റെ സ്തോത്രം നിമിഷമാണിത്. പന്നികളുടെ പാളവരയ്ക്ക് വേണ്ടി ദൈവം വെറുക്കുന്നതായ പാപത്തിൻ്റെതായ രസം കുടിച്ചുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിർണായകമായ തീരുമാനത്തോടെ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി, ക്രൂശിലേക്ക് നോക്കി എഴുന്നേൽക്കണം. നിങ്ങൾ അന്തരംഗത്തിൽ വ്യക്തമായ ഒരു തീരുമാനം പറയണം. ഞാൻ എഴുന്നേറ്റ് ആരുടെ ഹൃദയം പിച്ചി ചീന്തി വേദനിപ്പിച്ച് ഇറങ്ങിപ്പോയോ ആ അപ്പൻ്റെ അടുക്കിലേക്ക് ഞാൻ ചെല്ലും. ദൈവത്തിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ശബ്ദത്തിൽ അത് പറയണ്ട. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ പറയുന്ന ശബ്ദം സ്വർഗം കേൾക്കട്ടെ. സഹോദരി, നിങ്ങളുടെ നേരെ നോക്കിക്കൊണ്ട് ഞാൻ പറയട്ടെ, ആരെല്ലാം ഇത് പറഞ്ഞു? ഇന്ന് ഞാൻ എഴുന്നേൽക്കുന്ന ദിവസമാണ്. യുവതിയെ, ഇന്ന് നീ എഴുന്നേൽക്കുന്ന ദിവസമാണ്. യുവാവേ, നീ ഇന്ന് എഴുന്നേൽക്കുന്ന ദിവസമാണ്. പാപി, നീ ഇന്ന് എഴുന്നേൽക്കുന്ന ദിവസമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചെകുത്താൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ദൈവത്തിൻ്റെ സ്തോത്രം, നിന്നെ എനിക്ക് വേണ്ട, നിന്റെ വാളവരെ എനിക്ക് വേണ്ട, നിൻ്റെതായിരിക്കുന്ന പ്രേമവും ലൈംഗികമായിരിക്കുന്ന അരാജകത്വത്തിൻ്റെ സുഖവും മദ്യത്തിൻ്റെ ലഹരിയും ലോകത്തിൻ്റെ സ്നേഹവും കഞ്ചാവിൻ്റെതായിരിക്കുന്നതായ സുഖവും ഒന്നും എനിക്ക് വേണ്ട. ദൈവത്തിൻ്റെ സ്തോത്രം. യു ഡബിൾ ഔട്ട് യു ഗോ, നീ പൊക്കോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്രയും നാൾ നീ എന്നെ കൊണ്ടുവന്ന് ഊഴിവേല ചെയ്യിപ്പിച്ചു. ഇന്ന് ഞാൻ നിന്നോട് എന്നേക്കുമായി യാത്ര പറഞ്ഞ് അന്തരംഗത്തിൽ നിർണായകമായ ഒരു തീരുമാനം എടുക്കുന്ന ദിവസമാണ്. ഞാൻ എഴുന്നേറ്റ് ക്രൂശിലേക്ക് നടക്കും. ഹല്ലേലൂയ. തീരുമാനിച്ചോ? നിങ്ങൾ തീരുമാനിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? സ്വർഗം കാണട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തീരുമാനം മാത്രമല്ല, തീരുമാനത്തിന് കാലുകൾ വെച്ചു. തീരുമാനത്തിന് കാലുകൾ വെച്ചു എന്ന് ഞാൻ പറയും. അവൻ ഓടുകയാണ്. അവൻ്റെ മനസ്സിൽ ഒരാളേ ഉള്ളൂ,
സ്നേഹനിധിയായ അപ്പൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഓട്ടം തുടങ്ങിയോ? അതെയോ നിങ്ങൾ പന്നികളുടെ കൂടെ ഇരിക്കുകയാണോ? ദൈവത്തിന് മഹത്വം ഇന്ന് അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ദിവസമായി മാറണം. കാരണം യേശു നമ്മുടെ മധ്യത്തിൽ നിറവായി നിൽക്കുകയാണ്. അവൻ്റെ ശക്തി നമ്മുടെ മധ്യത്തിൽ ശക്തിയോടെ വ്യാപരിക്കുകയാണ്. ഏത് കൊടുമ്പാവിയുടെയും രക്ഷ നടക്കുന്ന ദിവസമാണ്. ഏത് കൊടും രോഗങ്ങളും മാറുന്ന ദിവസമാണ്. ഏത് കൊടും ശാപങ്ങളും കത്തി വെന്ത് ഹല്ലേലൂയ മുറിഞ്ഞു പോകുന്ന ദിവസമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് മുടിയൻ മടങ്ങി വരുന്ന ദിവസമാണ്. മുടിയൻ പുത്രൻ ഇതാ സ്പ്രിങ് വെച്ച കാല് കൊണ്ട് ഓടുന്നത് പോലെ അവൻ നടക്കുകയല്ല, അവൻ ഓടുകയാണ്. അവൻ ഇരുന്നു തീരുമാനത്തോടെ എഴുന്നേറ്റു. ആ തീരുമാനം നടപ്പിലാക്കാൻ ഇതുവരെ മുന്നോട്ട് ഇതാ നടക്കുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ ഇരുകരവും നീട്ടി അവിടെ കിടപ്പുണ്ട് കേട്ടോ. ഇരുകരവും നീട്ടി, മകളെ നീ ഒന്ന് അടുത്ത് വരുന്നത് കാണാൻ. ഹല്ലേലൂയ, ക്രൂശിൻ ചോട്ടിലേക്ക് വരുന്നതെന്ന് കാണാൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതൊരു സുവിശേഷ പ്രസംഗ യോഗമല്ല, ഇത് വീണ്ടെടുപ്പിന്റെ സ്വർഗീയമായ നിമിഷമാണ്. കാരണം കാൽവറിയാണ് നിങ്ങളെ മാടി വിളിക്കുന്നത്. ഹല്ലേലൂയ, ആരെല്ലാം അവിടെ എത്തി ദൈവമക്കളെ? രക്തത്തിന് സുഗന്ധം നിങ്ങളെ മണക്കുന്നില്ലേ? ഹല്ലേലൂയ, അത് മാടി വിളിക്കുന്നില്ലേ? കുഞ്ഞാടിൻ രക്തം ഒഴുകി വരുന്ന ക്രൂശിൻ ചോട്ടിലേക്ക് നിങ്ങൾ എല്ലാവരും വന്നേ. ഇതാ അപ്പൻ വന്നാൽ ഇങ്ങനെ ചെയ്യുന്നു. ഹല്ലേലൂയ, ആ സ്നേഹം നിങ്ങളൊന്ന് ആസ്വദിക്കണം. ഞാൻ അല്പന്ന് രുചിച്ചു കൊണ്ടാണ് പറയുന്നത്. എൻ്റെ പ്രാണപ്രിയൻ്റെ കാൽപാദം മുത്തുമ്പോൾ കർത്താവേ, ഞാൻ ഒരു കാര്യവും കൂടി പറഞ്ഞുകൊള്ളട്ടെ. നിൻ്റെ ആണിപ്പഴുതുള്ള സ്നേഹകാര്യം എൻ്റെ തലമേലൊന്ന് എടുത്തു വെക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, ഏത് കൊടുമ്പാപിക്കും വരാം, ഏത് വേശ്യാവൃത്തിക്കാരിക്കും വരാം, ഏത് വേശ്യാവൃത്തിക്കാരനും വരാം, ഏത് മദ്യപാനിക്കും വരാം, ഏത് ശാപഗ്രസ്തനും വരാം, എന്തെല്ലാം നുണപ്രചരണങ്ങൾ നടത്തിയവർക്കും വരാം, ഏത് ദുഷ്ടന്മാർക്കും വരാം. ഹല്ലേലൂയ, അവൻ കൊടുമ്പാപികളുടെ രക്ഷകനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ്റെ രക്തം തളിക്കുന്ന സ്വർഗീയമായ നിമിഷമാണ്. ഹല്ലേലൂയ, നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം. അവനെ ഇതാ പഴയ വസ്ത്രമെല്ലാം മാറ്റി അവനെ ഇതാ നല്ല വെള്ള വസ്ത്രം ധരിപ്പിക്കുന്നു. ഈ പന്നികളുടെ കൂടെ വാളവരയ്ക്ക് വേണ്ടി മല്ലടിച്ചവൻ അപ്പനോടുകൂടെ മേശയിലിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങൾക്ക് കർത്താവിനോട് കൂടെ സ്വർഗത്തിൽ ഇരിക്കണ്ടേ? സ്വർഗത്തിൽ ഇരിക്കണ്ടേ? ദൈവത്തിന് മഹത്വം ചേർന്ന് പാടിക്ക്. സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും സ്വന്തം വീട്ടിൽ ചേർന്നിടുവാൻ മമനാഥനെ ഒന്നു കാണുവാൻ ദിനം കാത്തു പാർത്തിടുന്നു. മമനാഥനെ ഒന്നു കാണുവാൻ ദിനം കാത്തു പാർത്തിടുന്നു. സ്വർഗ വീട്ടിലെത്തിയോ? തീരുമാനമെടുത്തോ? പഴയനോട് യാത്ര പറഞ്ഞോ? ഇതുവരെ 3 കാര്യങ്ങൾ അരുതെന്ന് പറഞ്ഞു. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപികളുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. തീരുമാനമെടുത്ത് മടങ്ങി വന്ന ദൈവമക്കൾക്ക് ദൈവത്തിൻ്റെ സ്തോത്രം. ക്രിയാത്മകമായ പോസിറ്റീവായ ചെയ്യേണ്ടതായ 3 കാര്യങ്ങൾ തുടർന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. 2ാമത്തെ വാക്യം വായിച്ച്. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കണം. 2, അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ. അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കണം. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. 3 കാര്യങ്ങൾ മനസ്സിലായോ? 1, തുടർന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കണം. വചനം കേൾക്കാൻ വരണം കേട്ടോ. കൂട്ടായ്മ ഒരിക്കലും മുടക്കരുത്. തേനിലും മധുരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം സന്തോഷത്തോടെ ദൈവത്തിൻ്റെ സ്തോത്രം നിങ്ങൾ നുകരണം. 1, ന്യായപ്രമാണത്തിൽ സന്തോഷിക്കണം. പിന്നെ അവൻ്റെ ന്യായപ്രമാണത്തിൽ രാപ്പകൽ ധ്യാനിക്കണം. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, വലിയ നിധി കണ്ടെത്തുന്ന പോലെ നിങ്ങൾ ധ്യാനിക്കണം. ദൈവത്തിൻ്റെ സ്തോത്രം അതൊരു പ്രമോദമാണ്. ഞങ്ങൾക്ക് സമയമുള്ളതുകൊണ്ടായിരിക്കാം. ജീവിതത്തിൻ്റെ ദൈവമക്കളെ ഒരു നല്ല പങ്ക് ശതമാനവും ഇതിൻ്റെ മുമ്പിലാണ്. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. കാരണം അതങ്ങോട്ട് കൂട്ടിച്ചാൽ മതിയാകുന്നില്ല. ഞാനത് വായിക്കുമ്പോൾ എനിക്ക് വരുന്നത് എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാവിൽ നിന്ന് ഉതിർന്നു വന്ന ശബ്ദം, പോരാൻ കർത്താവേ, പോരാൻ കർത്താവേ. ഹല്ലേലൂയ. ദൈവമക്കളെ, അങ്ങനെ ഈ വചനം നമ്മുടെ ജീവിതത്തിൽ വിത്തായി പായി കിട്ടുമ്പോഴേക്കും അതിനെ നിങ്ങൾ കണ്ണുനീര് കൊണ്ട് നനച്ച് ദൈവത്തിന് സ്തോത്രം ധ്യാനത്തിന് വളമിട്ട് കൊടുത്ത് വളർത്തിക്കൊണ്ട് വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? തക്കാലത്ത് ഫലം കായ്ക്കും. ഫലം കായ്ക്കും. സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഓടും.
ആത്മാവിൻ്റെ ഫലങ്ങൾ കായ്ക്കും. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. ഒരു വാക്കോടെ പറയാതെ അവസാനിപ്പിക്കാൻ നിവൃത്തിയില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. അവസാനത്തെ ഭാഗത്തേക്ക് വരുമ്പോഴേക്കും നീതിമാന്മാരുടെ സൽഗുണങ്ങളെല്ലാം പറഞ്ഞു. ഇങ്ങനെയുള്ളവർ ഭാഗ്യശാലികളാണ്. പക്ഷെ ഒരു കാര്യം ഓർത്തുകൊള്ളണം, ഈ വചനത്തെ വിശ്വസിക്കാത്ത, ഇത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ വ്യക്തമായി പൊരുൾ തിരിച്ച് പറഞ്ഞിട്ടും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് വ്യക്തമായി ഇടപെട്ടിട്ടും അതിന് തക്കവണ്ണം വില കൊടുത്ത് ദൈവത്തിൻ്റെ സ്തോത്രം അപ്രകാരം ക്രൂശിന് ചോട്ടിൽ വന്നൊരു പുതിയ അധ്യായം തുടങ്ങാത്തതായ ദുഷ്ടന്മാർ, അവിശ്വാസികൾ, പരിഹാസികൾ, ഇവരൊക്കെ ഇങ്ങനെ പറയുമെന്ന് പറഞ്ഞ് ഇതിന് വില കൊടുക്കാതെ പോയി കഴിഞ്ഞാൽ, വായിച്ചേ ദൈവത്തിൻ്റെ സ്തോത്രം 4-ാമത്തെ വാക്യം. ദുഷ്ടന്മാർ അങ്ങനെയല്ല. ദുഷ്ടന്മാർ, എല്ലാവരും കേട്ടല്ലോ. ഈ പേരിൽ നിങ്ങൾ ആരും അറിയപ്പെടരുത്. അങ്ങനെ നിങ്ങളുടെ ആരുടെയും ജീവിതത്തിൽ വന്നാൽ ആ ദുഷ്ടന്മാർ അങ്ങനെയല്ല. ഇപ്പൊ പറഞ്ഞ പോലെ സ്വർഗത്തിലല്ല, പിന്നെ എവിടെയാണ്? ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്നു നിൽക്കയില്ല. പിന്നെ എന്ത് പറ്റും? ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു. എവിടെയാ നാശം? അവർ കാറ്റുപാറ്റുന്ന പതിർ പോലെ അത്രേ. ദൈവത്തിന് സ്തോത്രം. കാറ്റുപാറ്റുന്ന പതിര് എന്ത് ചെയ്യുന്ന വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. മത്തായി 3:12 പറയും. ദൈവത്തിന് സ്തോത്രം. പതിര്, അതിന് ജീവനില്ല, അത് പ്രയോജനശൂന്യമാണ്, ഡെഡ് ആൻഡ് യൂസ്ലെസ്. കർത്താവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, പതിര് മുറം കൊണ്ടങ്ങ് വീശി കളഞ്ഞിട്ട് അതിനെ തീയിലിട്ട് കത്തിച്ച് കളയും. ദൈവത്തിന് സ്തോത്രം. തീയിലിട്ട് കത്തിച്ച് കളയും. അത് വേണോ നിങ്ങൾക്ക്? അത് വേണോ നിങ്ങൾക്ക്? വേണ്ടല്ലോ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകും. പോകരുത് കേട്ടോ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഏത് കൂട്ടത്തിൽ പെടുമെന്ന്? നാശം നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കാൻ ഇടവരരുത്. ഈ കുഞ്ഞുങ്ങളാരും ഒരു വ്യക്തി നരകത്തിൽ പോകാനായിട്ട് ഇടവരരുത്. ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിലേക്ക് നിങ്ങൾ ഇപ്പോൾ നടന്നു വരുന്ന ദിവസമായിരിക്കണം. എല്ലാവരും ക്രൂശിനെ കെട്ടിപ്പിടിക്കുന്ന ദിവസമായിരിക്കണം. എല്ലാവരും പാപമോചനത്തിന് സന്തോഷം അനുഭവിക്കുന്ന ദിവസമായിരിക്കണം. ജീവൻ്റെ പുസ്തകം തുറന്നിരിക്കുന്ന സമയമാണ്. കർത്താവ് പേരെഴുതിയെടുക്കട്ടെ. ദൈവത്തിൻ്റെ സ്തോത്രം. അവൻ 2-ാമത്തെ വരവെങ്കിൽ പേർ ചൊല്ലി വിളിക്കുന്ന കൂട്ടത്തിൽ നിങ്ങളും കാണുവാൻ പൊന്നുതമ്പുരാൻ ഇടതരട്ടെ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കാരണം നിറഞ്ഞ ദൈവമേ, വാഴ്ത്തപ്പെട്ട പൊന്നു കർത്താവേ, പാപത്തോടും പിശാചിനോടും എന്നേക്കുമായി വ്യക്തമായി യാത്ര പറഞ്ഞ് അവനെ തള്ളിപ്പറഞ്ഞുപേക്ഷിച്ച് ഞങ്ങൾ നേരെ നിൻ്റെ മുഖത്തേക്ക് മുഖം തിരിച്ച്, അല്ല കർത്താവേ, ഞങ്ങൾ തീരുമാനത്തോടെ ഓടി വന്ന് ക്രൂശിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു തീരുമാനം നിന്നോട് പറയുകയാണ്. ഇന്നു മുതൽ കർത്താവേ നിൻ്റെ അടിമ. ഇന്നു മുതൽ ഒരു വിശുദ്ധ ജീവിതം. ഒരു കൊതിയുണ്ട് കർത്താവേ, നിൻ്റെ 2-ാമത്തെ വരവെങ്കിൽ പറന്നുയരുന്ന വിശുദ്ധന്മാരുടെ നിരയിൽ ഞങ്ങളെ ഓരോരുത്തരെയും പെടുത്തണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമല്ലമാറാകണമേ. ആമീൻ.